അസ്സലാമലൈക്കും, വെൽക്കം ടു ബയാറാസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കിയാലോ. പഴം ബ്രെഡും വെച്ചിട്ട് ഒരു ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അത് 2 പഴുത്ത റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്രെഡും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് നല്ല തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 കപ്പോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാൻ 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് കാരമലാവണ വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. തീ നല്ലോണം കുറക്കണം, അല്ലെങ്കിൽ ഇതൊരു കരിഞ്ഞ ടേസ്റ്റ് പോലെ വരും. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം കാരമലൈസായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലോണം മെൽറ്റ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴും തീയൊന്നും കൂട്ടരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യണം. ഇപ്പോൾ ഇത് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിതിന് വേണ്ടിയിട്ട് കുറച്ച് ബദാമും അതുപോലെ തന്നെ നിലക്കടല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് സോസ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച കടല ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലൊന്നും മാത്രം, ഇപ്പോൾ ബദാം മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പകരം അണ്ടിപ്പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മാത്രം ഉപയോഗിക്കുക. ആ കടല നമുക്ക് ഒരു 5 മിനിറ്റ് വരെ മാറ്റി വെക്കാം. അപ്പോഴേക്കും അത് നല്ലോണം സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഈ സോസിലേക്ക് 1 കപ്പോളം വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ ഈ സോസ് ഒന്ന് കട്ട പോലെ ആവും. അത് കുഴപ്പമുള്ളതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ ഈ കട്ട പോലെ ആയതൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടും. ഇതിൻ്റെ കട്ടൊക്കെ ഇപ്പോൾ വിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്കൊരു 1/4 സ്പൂണ് വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന തരത്തിലൊന്ന് നല്ലോണം ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഈ സോസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിനുശേഷം ഒരു ബീറ്റർ എടുത്തിട്ട് നല്ലോണം തിക്കാവണ വരെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റാകാൻ വെച്ച കടല ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പുഡിങ് ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ സോസ് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഒന്ന് അടിയിലൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഓരോ ബ്രെഡും ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ താഴത്ത് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ സോസ് ആവാത്ത ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടല ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വിതറി കൊടുക്കുക. അതിന് മുകളിലായിട്ട് റൗണ്ടായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒരു ലെയർ പോലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കണം. നല്ല പഴുത്ത പഴമാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിലും ഇത് സ്കിപ്പ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇത് ഫില്ലായി വന്നിട്ടുണ്ട്.
ഇനി ഈ പഴത്തിൻ്റെ മേലെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ നട്ട്സ് പൊടിച്ചതുണ്ടല്ലോ, അതൊന്ന് നല്ലോണം വിതറി കൊടുത്തിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഈ സോസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതുപോലെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ബാക്കി വരുന്ന വിപ്പിംഗ് ക്രീമിൽ നമുക്ക് ബാക്കി വന്നിട്ടുള്ള സോസ് ഉണ്ടല്ലോ, അതും കൂടി മിക്സാക്കി കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം സെറ്റാക്കി കൊടുക്കുക. ഇതാ ഇപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള നട്ട്സും സോസും ഉണ്ടല്ലോ, അത് നമ്മളെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.